തിരുവനന്തപുരം വിഴിഞ്ഞത്തെ പെരുന്താനിയിലെ ഒരു കൂറ്റൻ അത്തത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ സാധാരണ ഇടുന്ന പൂക്കളം പോലെ ഒരു ദിവസം കൊണ്ട് ഇടുന്ന പൂക്കളമല്ല ഇത് ദിവസങ്ങളെടുത്ത് ദിവസങ്ങളുടെ അധ്വാന ഫലമായി 1ഉം 2ഉം രൂപയല്ല ലക്ഷങ്ങൾ ഇറക്കി നിർമ്മിച്ച ഒരു കൂറ്റൻ അത്തം. ഈ അത്തം തന്നെ അതായത് ആദ്യം ഇതിനൊരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നു. പ്ലാറ്റ്ഫോം നിർമ്മിച്ച ശേഷം അതിന് ഈ രൂപങ്ങളെല്ലാം മണ്ണിലുണ്ടാക്കുന്നു. മണ്ണിലുണ്ടാക്കിയ ശേഷം ആ മണ്ണിൽ രൂപമുണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ പൂക്കൾ നിറച്ച് പൂക്കൾ കുത്തി പിടിപ്പിച്ചാണ് ഈ കാണുന്ന വലിയൊരു രൂപം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ഈ അത്തത്തിൻ്റെ വലിപ്പം. എന്തായാലും പെരുന്താനി ബ്രദേഴ്സ് ഈ പ്രദേശവാസികളുടെ ഒരു കൂട്ടായ്മയാണ്. അവരാണ് ഈ ഒരു അത്തത്തിൻ്റെ ശില്പികളും ആശയവുമെല്ലാം. എന്തായാലും ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലെത്തിക്കാം, അവരോടൊപ്പം ഇതിൻ്റെ പ്രതികരണങ്ങളും എടുക്കാം. എങ്ങനെയാണ് ഈ ഒരു അത്തത്തിലേക്ക് എത്തുന്നത്? നമ്മൾ 26 വർഷത്തോളമായി ഈ പെരുന്താനി ബ്രദേഴ്സ് ഒരു 60ഓളം വരുന്ന ചെറുപ്പക്കാർ അവിടെ ഒരു 15 ദിവസത്തെ രാത്രിയെന്നില്ല പകലെന്നില്ലാതെ ഒരു അധ്വാനമാണ് ഇത്. അതിന് ഈ കാഞ്ഞിരംകുളത്തെ പ്രദേശത്തെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെ നല്ലൊരു സഹകരണമുണ്ട്. അവിടേതെല്ലാം ഒരു ആവേശമാണ് ഈ പെരുന്താനി പ്രദേശം എന്ന് പറയുന്നത്. അവിടെ എല്ലാം സപ്പോർട്ട് കൂടുകയാണ് ഈ ഒരു വലിയൊരു അത്തപ്പൂക്കൾ. എത്ര രൂപയായി? ഏകദേശം പൂവിന് തന്നെ 3 ലക്ഷം രൂപയോളമായി. അതിന് പുറമെ സ്റ്റേജ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് എല്ലാം കൂടെ ഏകദേശം 5 ലക്ഷത്തിന് പുറത്ത് ഇതിന് എമൗണ്ട്. ശില്പി എവിടെ? ശില്പി ചേട്ടാ എത്ര ദിവസം എടുത്തു ഇത്? 15 ദിവസം എടുത്തു. 15 ദിവസം എടുത്തു. അത്തം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അത്തത്തിന് അതെ. എന്തൊക്കെയാണ് നമുക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കുക. എന്തൊക്കെയാണ് ഈ ഒരു അത്തത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഫ്ലൈവുഡിലാണ് ഇത് ആദ്യം ചെയ്ത്, തടിയിലാണ് സെറ്റ് ചെയ്തിട്ടാണ്. അതിലൊന്നാണ് നമ്മൾ സാധാ ചെളി വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. 3 കഥകളി രൂപങ്ങൾ. 3 കഥ. പിറകിൽ തെയ്യത്തിന്റെ അല്ല, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു ഡിസൈൻ ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരു വള്ളമുണ്ടല്ലോ, വള്ളത്തിൽ അരയന്നങ്ങളാണ് അരയന്നങ്ങൾ പോകുന്നത്. അതെ. നടുക്ക് സാധാരണ നമ്മുടെ അത്തം പോലെ ആ തട്ടായിട്ട്. അതെ അതെ. പിന്നെ 3 കുതിര 2 സൈഡിലായിട്ട്. അപ്പൊ 6 കുതിര. അതെ. കുതിരകൾ ഇറങ്ങി വരുന്ന കവാടമാണോ അത്? അതങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കവാടമാണ്. അതെ. ഗംഭീരമായി. ഇതിന് 2 ഈ രൂപങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചെയ്തു. ദേശീയ പതാക. ഇത് എന്താണ് ഏറ്റവും മുന്നിൽ? സിംഹമായിട്ട് ചെറുതായിട്ട് ഗംഭീര കളറുമായിട്ടുണ്ട് ഈ ഒരു സിംഹത്തിന്റെ കളർ. കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഇത് കാണാൻ നിരവധി പേർ എത്തിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും പ്രതികരണങ്ങളിലേക്ക് കിടക്കാം. ചേട്ടാ എങ്ങനെയുണ്ട്? എല്ലാ വർഷവും വരാറുണ്ട്? ആദ്യം മോനെ എടാ അത്ത എങ്ങനെയുണ്ട്? സംസാരിക്കോ? അത്ത എങ്ങനെയുണ്ട്? പൊളിച്ചു? പൊളിയാണോ? അടിപൊളി. കഴിഞ്ഞ വർഷത്തേക്കാൾ ഓരോ വർഷം പുതിയ പുതിയ ദൃശ്യങ്ങളല്ലേ? ടെക്നോളജി അടിപൊളി. എന്തായാലും പെരുന്താനി പ്രദേശവാസികളെല്ലാം വലിയ ഹാപ്പിയാണ്. എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഒരു ദൃശ്യ വിരുന്നാണ് ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഇവർ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 15 ദിവസത്തെ അധ്വാനമാണ്. 1ഉം 2ഉം ദിവസം കൊണ്ട് എല്ലാ ദിവസവും മാറ്റിയിടുന്ന ഒരു പൂക്കളം വരയ്ക്കുന്നതല്ല. 15 ദിവസം മുൻപ് ആദ്യം പ്ലാറ്റ്ഫോം ചെയ്യുന്നു, അതിനുശേഷം രൂപങ്ങൾ ചെയ്യുന്നു, അതിനുശേഷം ഈ പൂക്കളെല്ലാം കൂടുതൽ ദിവസം ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പൂക്കളുടെ വർക്കെല്ലാം 1ഓ 2ഓ ദിവസം കൊണ്ട് തന്നെ തീർക്കും. എന്തായാലും 5 ലക്ഷത്തോളം രൂപ ചെലവ് പൂക്കൾക്ക് മാത്രം 3 ലക്ഷത്തിലധികം രൂപയായി എന്നുള്ളതാണ്. അതായത് 1000മോ 10,000മോ അല്ല, നമ്മൾ ക്ലബ്ബുകളിലും മറ്റും കാണുന്നത് പോലുള്ള 1000മോ 10,000മോ അല്ല, 3 ലക്ഷം രൂപയുടെ പൂക്കൾ മാത്രം എടുത്തിരിക്കുന്നു. എന്തായാലും പ്രേക്ഷകർക്കും ആ ദൃശ്യ വിരുന്ന് എത്തിക്കാനായതിൽ സന്തോഷമുണ്ട്. എന്തായാലും പ്രേക്ഷകരും അത് പൂർണ്ണമായി ആസ്വദിക്കട്ടെ. എന്തായാലും ആ ഒരു വിദേശികളടക്കം നമുക്ക് കാണാൻ വന്നിട്ടുണ്ട്. ഹലോ മാം, എവിടെ നിന്ന്? വേറെ I am from Russia. How is it? Very beautiful. First time or? How? Is it first time? No, second time. Second time, yes. എന്തായാലും ഇതാണ്, വിദേശികളടക്കമുള്ളവർ എത്തും. ഇന്ന് വൈകിട്ട് വരെയും ഇതേ രീതിയിൽ തുടരും. എല്ലാവർക്കും വന്ന് ഈ അത്തം കണ്ട് സന്തോഷിച്ച് മടങ്ങിപ്പോകാം.